ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ആനന്ദ നിലയത്തിലേക്ക് എത്തിയ സുനന്ദ മേനോൻ എല്ലാവരുടെയും മുന്നിൽ വന്ന് ഒരു ഷോ തന്നെ കാണിച്ചു. അവസാനം ശ്യാമയോടൊപ്പം നിൽക്കുന്ന ദേവികയെയും വാസുദേവനെയും അപ്പുവിനെ കണ്ടിട്ട് സുനന്ദ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു, അല്ല, ഈ നിൽക്കുന്ന ഈ കിളവനും ഇവരും ആരൊക്കെയാണ്? അല്ല, ഇവരിവിടുത്തെ പുതിയ സെർവൻസ് ആണോ എന്നൊക്കെ അന്വേഷിച്ചു. അത് കേട്ട ഉടനെ തന്നെ സുനന്ദയുടെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരം കേട്ട് ശ്യാമ ആകെ വിഷമത്തോടെ തന്റെ അച്ഛനെയും അമ്മയെയും എല്ലാം നോക്കുന്നു. സുനന്ദ അവിടേക്ക് വരുമ്പോ ഇതുപോലെയുള്ള സംസാരങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായതോടെ ദേഷ്യത്തോടെ അവിടെ നിന്ന് അമൃതയെടുത്തിയും അവരെ നോക്കി. അപ്പോഴേക്കും ഇതെല്ലാം കേട്ടുനിന്ന വസുന്ധര പറഞ്ഞു, അത് പിന്നെ സുനന്ദ എന്ന് പറഞ്ഞ് ഐശ്വര്യയുടെ അമ്മയെ പരിചയപ്പെടുത്താനായി തുടങ്ങുമ്പോൾ സമയത്ത് വേഗം തന്നെ ശ്യാമ ഇടയിൽ കയറി പറഞ്ഞു, അയ്യോ അമ്മ വേണ്ട, ഞാൻ തന്നെ പരിചയപ്പെടുത്തിക്കോളാം. ഉടനെ തന്നെ ശ്യാമ സുനന്ദയോട് പറഞ്ഞു, അതെ, ഇത് എന്റെ സ്നേഹനിധിയായ എന്റെ അച്ഛൻ, ഇതെന്റെ പ്രിയപ്പെട്ട അമ്മ, ഇത് എന്റെ കുഞ്ഞനുജൻ അപ്പു എന്ന് പരിചയപ്പെടുത്തി. ഇതെല്ലാം കേട്ടതിന് ശേഷം സുനന്ദ പറഞ്ഞു, ഓ, ഞാൻ ആലോചിച്ചത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ, അതാ എന്തൊരു യാത്രയായിരുന്നോ, വല്ലാത്ത ക്ഷീണം. എന്നാ ഞാൻ അകത്തേക്ക് കയറട്ടെ, എന്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ബാഗും എല്ലാം എടുത്തുകൊണ്ട് സുനന്ദ വേഗം വാ മോളെ എന്ന് വിളിച്ച് ഐശ്വര്യയും വിളിച്ച് അകത്തേക്ക് കയറി പോകുമ്പോ അമൃത എടുത്തി ശ്യാമയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, ഐശ്വര്യയുടെ അമ്മയ്ക്ക് എല്ലാവരെയും ഈ രീതിയിൽ മോശമായ രീതിയിൽ എല്ലാവരോടും സംസാരിക്കുന്ന സ്വഭാവം പണ്ട് മുതലേ ഉള്ളതാണ്. അതിൽ യാതൊരു മാറ്റവും ഇപ്പോഴും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് അമൃത എടുത്തി പറയുമ്പോ ശ്യാമ പറഞ്ഞു, ഏട്ടത്തി, ഐശ്വര്യടത്തി എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ, അതിലും ഒരു പടി മുന്നിലല്ലേ ഏട്ടത്തിയുടെ അമ്മ വരികയുള്ളൂ എന്ന് ഐശ്വര്യയുടെ അമ്മയുടെ സ്വഭാവത്തെക്കുറിച്ചും ശ്യാമ അമൃതയെടുത്തിയോട് പറഞ്ഞു. അപ്പോഴേക്കും അകത്തേക്ക് കയറി വന്ന ഐശ്വര്യ സുനന്ദയോട് പറഞ്ഞു, ആഹാ, അമ്മ ഇതെനിക്ക് എന്തൊക്കെയായി കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നാലെ എത്തിയ ആനന്ദവർമ്മയും വസുന്ധരാമയും ഐശ്വര്യയുടെ അമ്മ കൊണ്ടുവന്ന ആ സൂട്ട് കേസുകളിൽ ആ ബാഗുകളിൽ ഉള്ള സാധനങ്ങളെ കുറിച്ച് സുനന്ദ ഇങ്ങനെ വളരെ തോരാതെ ഇങ്ങനെ പറയുന്നത് കേട്ടു നിന്നു. സുനന്ദ പറഞ്ഞു, അതെ, ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി കൊണ്ടുവന്നത് ഇത് കണ്ടില്ലേ, ഇതിലുള്ളത് അവൾക്ക് പുതിയ ഡ്രസ്സ്, ഇതിലൊക്കെ കോസ്മെറ്റിക്സ് ഐറ്റംസ്, പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള മറ്റു പല പലഹാരങ്ങൾ, പിന്നെ എൻ്റെ മോളുടെ വരാൻ പോകുന്ന കുഞ്ഞിന് അവന് വേണ്ടുന്ന ഓർണമെന്റ്സും ഒക്കെയാണ് ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട മോൾക്കുള്ള പല പല ഗിഫ്റ്റുകള്. അങ്ങനെയെല്ലാം സുനന്ദ പറയുന്നത് കേട്ട് വസുന്ധരാമയും ആനന്ദവർമ്മയും അവിടെ വന്ന സുനന്ദയുടെ ആ അഹങ്കാരത്തോടുള്ള സംസാരമൊക്കെ കേട്ട് ഒട്ടും താല്പര്യമില്ലാതെ അങ്ങനെ നിന്നു. അപ്പോഴാണ് പാവം ശ്യാമയും അമൃതയെടുത്തിയും ഒപ്പം ശ്യാമയുടെ അച്ഛനമ്മമാരും എല്ലാം അകത്തേക്ക് കയറി വന്നത്. പെട്ടെന്ന് തന്നെ സുനന്ദ പറഞ്ഞു, അയ്യോ, ഞാൻ എൻ്റെ മോൾക്ക് കൊണ്ടൊന്നും തന്നില്ലല്ലോ, ദാ എന്റെ പൊന്നുമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിസ്സ, ദാ ഇങ്ങനെ ഇത് കഴിച്ചു മോളെ എന്നെല്ലാം പറഞ്ഞ് ആ ബോക്സ് തുറന്നു കൊടുക്കുമ്പോ അവിടെ നിന്ന് ശ്യാമയെ കണ്ടു. അയ്യോ, ശ്യാമയും പ്രഗ്നന്റ് ആണല്ലോ അല്ലെ, ശ്യാമ വന്നോളൂ, ദാ ഇത് ശ്യാമയ്ക്കും കൂടി ഉള്ളതാ, വന്ന് കഴിക്കൂ എന്ന് പറഞ്ഞ് ശ്യാമയെ സുനന്ദ വിളിച്ചു. ശ്യാമ അപ്പോഴേക്കും അമൃതയുടെ അരികിൽ അങ്ങനെ നിൽക്കുമ്പോൾ സുനന്ദ ബലമായി ശ്യാമയെ പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ ഐശ്വര്യ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അതെ, ഇതൊക്കെ കഴിച്ചാൽ എന്തൊക്കെ മേന്മയുള്ളതെന്ന് അറിയാവോ, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മോളുടെ കുഞ്ഞിന് നല്ല ആരോഗ്യവും നല്ല സൗന്ദര്യമൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോ ഐശ്വര്യ സുനന്ദയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ ശ്യാമേ, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി എന്തൊക്കെയാ കൊണ്ടുവന്ന് നോക്കി, ഇതാ ഞാൻ ഈ പിസ്സ കഴിക്കാൻ പോവാ, നോക്കിക്കേ, എനിക്ക് വളരെ ഇഷ്ടമാ പിസ്സ എന്ന് പറഞ്ഞ് ആ പിസ്സ എടുത്തിട്ട് ശ്യാമയുടെ നേരെ കാണിച്ചു. ശ്യാമ കഴിക്കുന്നോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാ പിസ്സ, ദാ ശ്യാമ ഇതിൽ നിന്നൊരു പീസ് എടുത്തേ എന്ന് പറഞ്ഞപ്പോ ശ്യാമ വേഗം തന്നെ തിരിഞ്ഞ് തന്റെ അമ്മയെ നോക്കി, അമ്മ കൊണ്ടുവന്ന ആ അച്ചപ്പവും മുറുക്കും ഒക്കെ എടുത്തോണ്ട് വന്നേ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അച്ചപ്പവും ഒക്കെ ആയിട്ട് ദേവകി അകത്തേക്ക് കയറി വന്നു. ദേവകി ഉടനെ തന്നെ അത് തന്റെ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ആ പലഹാരങ്ങളെല്ലാം അവിടെ നിന്ന് സുനന്ദയുടെയും ഐശ്വര്യയും മുന്നിൽ വെച്ച് കാണിച്ചു. ഇതെല്ലാം കാണിച്ചുകൊണ്ട് അമൃതയും എല്ലാവരും ശ്യാമ എന്താ ചെയ്യുന്നറിയാനായി നോക്കി നിൽക്കുമ്പോ ശ്യാമ തന്റെ അമ്മ തനിക്കായി കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ സുനന്ദയുടെയും ഐശ്വര്യയുടെ നേരെ കാട്ടിയിട്ട് പറഞ്ഞു, ദാ ഇതൊക്കെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. ഈ പലഹാരങ്ങളൊക്കെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതിൽ എന്നോടുള്ള സ്നേഹമുണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹവും വാത്സല്യവും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പലഹാരങ്ങൾക്ക് കിട്ടുന്ന മാധുര്യവും ആ രുചിയും സ്വാദും ഒന്നും
വേറെ ഏത് ബേക്കറിയിൽ നിന്നോ ഏത് ഹോട്ടലിൽ നിന്നോ വാങ്ങിക്കുന്ന ഭക്ഷണത്തിന് കിട്ടാൻ പോകുന്നില്ല. ഇതിൽ എന്റെ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം ഈ പലഹാരത്തിലെല്ലാം നിറഞ്ഞിട്ടുണ്ട് എന്ന് ശ്യാമ അറിയിച്ചു. അത് കേട്ട ഉടനെ സുനന്ദയും ഐശ്വര്യയും ആകെ നാണം കെട്ടങ്ങനെ നിൽക്കുമ്പോ ശ്യാമ പറഞ്ഞു, ഇതിൽ ഈ ഈ പലഹാരങ്ങളുടെ ടേസ്റ്റിന്റെയും ആ പലഹാരങ്ങളുടെ ആ പലഹാരങ്ങളിൽ ഉണ്ടാക്കിയ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ എന്റെ അമ്മയുടെ സ്നേഹം കൂടി കലർത്തി ഉണ്ടാക്കിയ ഈ പലഹാരങ്ങൾക്ക് ഉള്ള മേന്മ ഒരിക്കലും ഈ കൊണ്ടുവന്ന ആ പലഹാരത്തിനൊന്നും ഉണ്ടാവില്ലെന്ന് ശ്യാമ അറിയിച്ചതും ഇത് എന്റെ കുഞ്ഞിനോ എനിക്കോ യാതൊരു രീതിയിലും ദോഷകരമായി വരില്ല എന്നും ശ്യാമ പറഞ്ഞു. ഈ പലഹാരത്തിൽ അതിന്റെ മണം അടിക്കുമ്പോൾ തന്നെ എന്റെ മനസ്സ് നിറയുന്നതും അതുകൊണ്ടാണെന്ന് ശ്യാമ സുനന്ദയോടും ഐശ്വര്യയോടും അറിയിച്ചു. ശ്യാമയുടെ വാക്കുകൾ കേട്ട് സുനന്ദയും ഐശ്വര്യയും മറുപടിയൊന്നും പറയാനാകാതെ ആകെ നിന്നങ്ങ് ഉരുകുന്നത് കണ്ട് വസന്തരാമയും ആനന്ദവർമ്മയും ഒപ്പം അമൃതയെടുത്തിയും പുഞ്ചിരിയോടെ നോക്കി നിന്നു. ഉടനെ തന്നെ ശ്യാമ അത് തന്നെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ, അമ്മ തന്നെ ഇതെന്റെ വായിൽ വെച്ച് തന്നെ എനിക്ക് എന്റെ അമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ അമ്മ എനിക്ക് സ്നേഹത്തോടെ നീട്ടുന്ന ഈ പലഹാരത്തിന്റെ രുചി അത് എത്രയായാലും ഒരാൾക്കും ആ ഒരു രുചിയെ മറികടക്കാൻ കഴിയില്ല മറ്റൊന്നിനും എന്ന് ശ്യാമ വസുമതി അമ്മയോട് പറഞ്ഞുകൊണ്ട് ദേവകിയോട് പറഞ്ഞുകൊണ്ട് ദേവികയുടെ കൈകൊണ്ട് ആ ഭക്ഷണം തന്റെ വായിൽ ആ പലഹാരം വായിൽ വെച്ച് തരാനായി ശ്യാമ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ദേവകി അത് ശ്യാമയുടെ വായിൽ വെച്ച് കൊടുത്തു. ഈ കാഴ്ച കണ്ട് അപ്പു പറഞ്ഞു, കൊള്ളാം ശ്യാമേച്ചി, ശ്യാമേച്ചിയുടെ ഡയലോഗ് സൂപ്പർ എന്ന് പറഞ്ഞ് അപ്പു കൈയടിച്ചു. അത് കണ്ട ശ്യാമയുടെ അമ്മയുടെ സന്തോഷം കണ്ടിരുന്ന സുനന്ദയും ഐശ്വര്യയും കലിയോടെ പരസ്പരം നോക്കി. പിന്നീട് സുനന്ദയുടെ റൂമിലേക്ക് താൻ കൊണ്ടുവന്ന ലഗേജുകളൊക്കെ ആ ഡ്രൈവർ കൊണ്ടുവന്ന് വെക്കണം. അത് വെച്ചതിന് ശേഷം സുനന്ദ അയാൾക്കുള്ള പണം നൽകിയിട്ട് ചോദിച്ചു, ഇത് മതിയല്ലോ അല്ലേ എന്ന് ചോദിച്ചതും മതി മേഡം എന്ന് അയാൾ അറിയിച്ചു. എല്ലാം എടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന് സുനന്ദ വീണ്ടും അന്വേഷിച്ചപ്പോൾ എല്ലാം ഉണ്ട് മേഡം എന്ന് അയാളും പറഞ്ഞു. അത് കേട്ട ഉടനെ എന്നാ ശരി എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞയച്ചു. ഡ്രൈവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞതും ഐശ്വര്യ ആകെ വിഷമത്തോടെ സുനന്ദയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് ആകെ തൊന്തരമായിരിക്കുന്നത് ആ ശ്യാമയാണ്. അമ്മയ്ക്ക് അറിയാവല്ലോ, ആ ശ്യാമയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് ഞാൻ ഇക്കണ്ട പാടെല്ലാം പെട്ടത്. പക്ഷേ ആ കുഞ്ഞിന് മാത്രം ഒന്നും സംഭവിക്കുന്നില്ല. അമ്മേ, ആ കുഞ്ഞിന്റെ ജീവൻ ഇല്ലാതാക്കണം, ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. അതിനുവേണ്ടിയാ ഞാൻ അമ്മ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അമ്മയുടെ ദൗത്യവും അത് തന്നെയാണ്. എങ്ങനെയും ശ്യാമയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയേ തീരും. പിന്നെ ആ വസന്തരാമയ്ക്കാണെങ്കിൽ ഈയിടെയായിട്ട് എന്നോട് യാതൊരു സ്നേഹവുമില്ല. പലപ്പോഴും ആ ശ്യാമയുടെ മുന്നിൽ വെച്ച് എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ വസന്തരാമയ്ക്കും അമ്മ നല്ലൊരു പണി കൊടുത്തേ തീരൂ. വസന്തരാമയുടെ അഹങ്കാരം തീരണം, അവര് നെട്ടോട്ടം ഓടണം. അതും എനിക്ക് കാണണം അമ്മേ. അതിനുവേണ്ടിയാണ് ഞാൻ അമ്മ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് സുനന്ദയോട് ഐശ്വര്യ അറിയിച്ചു. ഐശ്വര്യയുടെ വാക്കുകൾ കേട്ട സുനന്ദ പറഞ്ഞു, അതിനെന്താ, ഞാൻ ഇവിടെ വന്നില്ലേ മോളെ, നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി അമ്മ ഏറ്റു. ഇനി എന്താ വേണ്ടത്? ആ ശ്യാമയുടെ കുഞ്ഞിന്റെ കാര്യം എന്താ? ഇപ്പൊ തന്നെ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണോ എന്ന് സുനന്ദ അന്വേഷിച്ചു. ഉടനെ ഐശ്വര്യ പറഞ്ഞു, അത് വേണ്ടമ്മേ, ഇപ്പൊ തന്നെ ഒന്നും വേണ്ട. കാരണം ഇപ്പോ ഇങ്ങോട്ട് വന്നു ഇപ്പൊ ഇവിടെ അമ്മ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അമ്മ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ചൊന്ന് ഇവിടെ നിന്ന് അമ്മ ഇവിടെ നിന്ന് സെറ്റ് ആയതിനു ശേഷം മതി അമ്മയുടെ അടുത്ത നീക്കം. അല്ലാതെ അമ്മ ഇപ്പോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങിയാൽ, ഈ പ്രശ്നത്തെ ചൊല്ലി അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ശ്യാമയുടെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അത് പ്രശ്നം കൂടുതൽ വഷളാക്കും. അമ്മയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് പതിയെ മതിയമ്മേ എന്ന് ശ്യാമയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചുള്ള സുനന്ദയുടെ ചോദ്യത്തിന് ഐശ്വര്യ മറുപടി നൽകി. ഉടനെ തന്നെ ഐശ്വര്യ പറഞ്ഞത് കേട്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും എന്റെ പൊന്നുമോളുടെ വിഷമങ്ങൾ അവസാനിപ്പിച്ചു തരാനല്ലേ ഞാൻ വന്നത് എന്ന് സുനന്ദ അറിയിച്ചതും ഐശ്വര്യ പറഞ്ഞു, എനിക്കറിയാം, എന്റെ അമ്മ വന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുന്നു. ആ ശ്യാമയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. അവളെയാണ് ആദ്യം ഒതുക്കേണ്ടത് എന്ന് ശ്യാമയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ശ്യാമയോടുള്ള തന്റെ ദേഷ്യവും അമർഷവും കാട്ടിക്കൊണ്ട് ഐശ്വര്യ സുനന്ദയോട് അറിയിച്ചു. സുനന്ദ, മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൾക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് സുനന്ദ ഐശ്വര്യയെ സമാധാനിപ്പിക്കണം. അതിനുശേഷം ആദി ഓഫീസിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം ആദി ആ വാർത്ത അറിഞ്ഞതിന്റെ ടെൻഷനിൽ അങ്ങനെ വിഷമിച്ചു നിൽക്കുന്നു. ഉടനെ തന്നെ അവിടുത്തെ അക്കൗണ്ടന്റായ ഐശ്വര്യ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത ആ പെൺകുട്ടി വേഗം തന്നെ അഖിലിന്റെ അരികിലേക്ക് എത്തി. അഖിലിന്റെ അരികിലേക്ക് ഓടിയെത്തിയ പെൺകുട്ടി പറഞ്ഞു, അഖിൽ സാർ, ഒന്ന് അകത്തേക്ക് വരണം, ആദിത്യ സാർ വിളിക്കുന്നുണ്ട്, സാറ് ആകെ ദേഷ്യത്തിലാണ് എന്ന് പറഞ്ഞു.
ഉടനെ അഖിൽ ചോദിച്ചു, എന്താ, എന്തു പറ്റി എന്ന് ചോദിച്ചതും, സാർ എന്താന്നറിയില്ല, സാർ അങ്ങോട്ടൊന്ന് വാ എന്ന് പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞ് അഖിൽ വേഗം തന്നെ അവിടെ ആദിത്യൻ തന്നെ കാത്തു നിൽക്കുകയാണെന്ന് അറിഞ്ഞതോടെ ഉടനെ തന്നെ അവിടേക്ക് അഖിൽ എത്തുന്നു. അഖിൽ ക്യാബിനിലേക്ക് എത്തുമ്പോ ആദിത്യനാകെ ദേഷ്യത്തോടെ നിൽക്കുന്നത് അഖിൽ കണ്ടു. എന്തു പറ്റി, എന്താ ഏട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് അഖിൽ വേഗം അരികിലേക്ക് എത്തി. ആദിയാകെ കലിയോടെ അഖിലിനെ നോക്കി. എന്താ ഏട്ടാ എന്ന് ചോദിച്ചതും ആ ഫയല് അഖിലിന്റെ നേരെ എറിഞ്ഞിട്ട് പറഞ്ഞു, എന്താ പറ്റിയെന്നോ നിനക്കറിയില്ല അല്ലെ? എന്നെ ഇത്രയും നാണം കെടുത്തിയതൊന്നും നിനക്ക് പോരായിരുന്നോ? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നില്ലേ എനിക്ക് സ്ഥാനമൊന്നും വേണ്ട എന്ന്? നീ കൂടി നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ ഈ MD സ്ഥാനത്ത് കയറി ഇരുന്നത് എന്നൊക്കെ അഖിലിനോട് ആദി ദേഷ്യപ്പെട്ടു. ഉടനെ അഖിൽ അരികിൽ വന്ന് നിൽക്കുന്ന ആ സ്റ്റാഫിനെ നോക്കിയിട്ട് പറഞ്ഞു, ഏട്ടാ എന്താ കാര്യം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോ അഖിലിനോട് വീണ്ടും ആദി ദേഷ്യപ്പെട്ടു. നിനക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നോ? നീ ചെയ്തു വെച്ചത് എന്താണെന്ന് നിനക്കറിയില്ല അല്ലെ? ഒന്നും നീ ചെയ്തില്ല അല്ലെ എന്ന് ചോദിച്ച് വീണ്ടും അഖിലിന്റെ നേരെ ആദി തട്ടിക്കയറുന്നു. നീ എന്നെ മനഃപൂർവ്വം ഒരു വിഡ്ഢിയാക്കുകയായിരുന്നു അല്ലേടാ എന്ന് ആദിത്യൻ വീണ്ടും ബഹളം വെച്ചു. അപ്പോഴേക്കും അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ അവിടേക്ക് എത്തി. എന്താ കാര്യം എന്നറിയാതെ എല്ലാവരും ആശ്ചര്യപ്പെട്ട് അങ്ങനെ നോക്കുമ്പോൾ ഉടനെ തന്നെ ആദിത്യന്റെ ദേഷ്യത്തോടെയുള്ള ആ പ്രകടനം കണ്ട് ഐശ്വര്യയുടെ പ്രിയപ്പെട്ട ആ സ്റ്റാഫ് സന്തോഷത്തോടെ നോക്കി. ഉടനെ തന്നെ അഖിൽ ചോദിച്ചു, ഏട്ടാ എന്താ കാര്യം, എന്താണെങ്കിലും എന്നോടൊന്ന് തുറന്നു പറ എന്ന് പറഞ്ഞതും അഖിൽ പറഞ്ഞു, എന്താണെന്നോ നീ നോക്കടാ, നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്ക് എന്ന് പറഞ്ഞതും അഖിൽ പറഞ്ഞു, ഏട്ടാ എന്താണെങ്കിലും എന്നോട് പറ, ഇത് ഇവിടെ സ്റ്റാഫുകളൊക്കെ നോക്കുന്നു എന്ന് പറഞ്ഞപ്പോ കേൾക്കട്ടെടാ, അവരെല്ലാവരും കേൾക്കട്ടെ, എല്ലാ സ്റ്റാഫുകളും അറിയട്ടെ എന്റെ അനുജൻ എന്നോട് കാണിച്ച ആ ക്രൂരത എന്ന് പറഞ്ഞ് അഖിലിന് നേരെ ആദിത്യൻ വീണ്ടും ശബ്ദമുയർത്തി. ഉടനെ അഖിൽ ചോദിച്ചു, ഏട്ടാ എന്താ ഞാൻ ചെയ്തത്, അത് പറ, ഞാൻ എന്ത് ചെയ്തെന്ന ഏട്ടൻ പറയുന്നത് എന്ന് അഖിൽ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ ആദിത്യൻ പറഞ്ഞു, നീ എന്താ ചെയ്തതെന്ന് നിനക്കറിയില്ല അല്ലെ? നീ നിന്റെ ആ ലാപ്ടോപ്പിൽ നിന്ന്, നിന്റെ മെയിൽ ഐഡിയിൽ നിന്ന് ഇന്ന് കിട്ടിയ ആ 12 കോടിയുടെ ആ ഓർഡർ, അമേരിക്കയിൽ നിന്നുണ്ട് വന്ന ആ ഓർഡർ, അത് നീ ക്യാൻസൽ ചെയ്തില്ലേ എന്ന് അഖിലിനോട് ആദ്യ ദേഷ്യത്തോടെ ചോദിച്ചു. അത് കേട്ടതും അഖിൽ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഏട്ടാ എന്ന് പറഞ്ഞപ്പോ പിന്നെ നിന്റെ മെയിൽ ഐഡിയിൽ നിന്ന് പിന്നെ ആരാടാ അത് ക്യാൻസൽ ചെയ്യുക? നീ തന്നെയാണ് അങ്ങനെ ഒരു ക്യാൻസൽ ചെയ്യാൻ, ആ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെയിൽ അയച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നീ ചെക്ക് ചെയ്ത് നോക്ക്, ഇവരോട് ചോദിച്ചു നോക്ക് എന്ന് അഖിലിനോട് ആദിത്യൻ അറിയിച്ചു. ഉടനെ തന്നെ അവിടെ നിന്ന് ഐശ്വര്യയുടെ ആ പ്രിയപ്പെട്ട സ്റ്റാഫ് പറഞ്ഞു, അതെ അഖിൽ സാറിന്റെ മെയിൽ ഐഡിയിൽ നിന്നാണ് ആ ഓർഡർ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള മെയില് പോയിരിക്കുന്നത്. ഞാനും ദാ ആ നിൽക്കുന്ന ഗ്രേഷ്മയും ചെക്ക് ചെയ്തതാണ്, സാറിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടതും അഖിൽ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞതും അങ്ങനെ വരാൻ വഴിയില്ലെന്ന് അല്ലെ? നീ അതെല്ലാം ചെയ്തു വെച്ചിട്ട് പിന്നെ അങ്ങനെ വരാൻ വഴിയില്ലെന്ന് നീ എങ്ങനെ പറയുന്നത് എന്തിനാടാ എന്ന് അഖിലിനോട് വീണ്ടും ആദിത്യൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേടാ ഞാൻ ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നില്ല എന്ന്, ഈ കമ്പനിയുടെ MD സ്ഥാനം എനിക്ക് വേണ്ട എന്ന്. അന്ന് നീയല്ലേ എന്നെ നിർബന്ധിച്ചത് എന്ന് അഖിലിനോട് വീണ്ടും ആദിത്യൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഉടനെ അഖിൽ പറഞ്ഞു, ഏട്ടാ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല, ഏട്ടൻ പറയുന്നത് പോലെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഏട്ടാ എന്ന് പറഞ്ഞു അഖിൽ വീണ്ടും ആദ്യയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോ ആദ്യ പറഞ്ഞു, വേണ്ട, ഇനി എനിക്കൊന്നും കേൾക്കണ്ട, നീ ഇനിയൊന്നും എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും നോക്കണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. എന്തായാലും ഇത്രത്തോളം ഒന്നും വേണ്ടിയിരുന്നില്ല അഖി. ഞാൻ എന്റെ അനുജന്മാരിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയായി പോയി, അതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം വേദനയായത്. ഞാൻ ഇങ്ങനെ ഒരു സ്ഥാനം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്ന് പലവട്ടം പറഞ്ഞതല്ലേ. എന്തായാലും എനിക്ക് മതിയായി. ഇങ്ങനെ ഒരു ഭാരം അതിന് എനിക്ക് വേണ്ട. എന്റെ തലയിൽ വെച്ച് കെട്ടി തന്ന ഈ ഒരു ഭാരം അത് ഞാൻ എന്നേക്കുമായി ഒഴിവാക്കുകയാണ്. ഇനി എനിക്ക് ഇങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നേക്കുമായി ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ്, എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് അഖിലിനോട് ദേഷ്യപ്പെട്ട് ആദിത്യൻ ആ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോന്നു. അഖിലിന്റെ ആ പെരുമാറ്റം കണ്ട് ആകെ വിഷമത്തിലായി അഖിൽ. എന്തായാലും ആദ്യം ഇങ്ങനെ സങ്കടത്തോടെ തന്നോട് സംസാരിച്ചതിൽ ആകെ വേദനയോടെ അഖിൽ അതെങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുന്നു. ഉടനെ ആനന്ദ നിലയത്തിൽ ആ സമയത്ത് അമൃതയും ശ്യാമയും കൂടി ഉച്ചഭക്ഷണം റെഡിയാക്കി എടുത്തു വെക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ ആനന്ദവർമ്മയും വസന്തരാമയും കൂടി പുറത്തേക്ക് പോകാനായി വരുന്നത് കണ്ടു. ഉടനെ അമൃതയെടുത്തി പറഞ്ഞു, അമ്മേ ഇതാ ഇപ്പൊ ഭക്ഷണം വിളമ്പാം എന്ന് പറഞ്ഞപ്പോ അത് വേണ്ട മോളെ, ഞങ്ങൾ പുറത്തു പോവാ എന്നറിയിച്ചു. ഇത് കേട്ട ഉടനെ അമൃത പറഞ്ഞു, അയ്യോ അമ്മ ഞാൻ ഇപ്പൊ തന്നെ വിളമ്പി തരാം, അമ്മ എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ
ഉടനെ വസുന്ധര പറഞ്ഞു, അയ്യോ മോളെ, ഞാൻ പറയാൻ മറന്നുപോയി അമൃതേ, ഇന്ന് ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ആദ്യേട്ടനും എനിക്കും പോയേ പറ്റൂ, അതുകൊണ്ട് ഉച്ചഭക്ഷണം എന്തായാലും അവിടുന്ന് ആ സമയത്ത് കഴിക്കണം, അതിനാൽ ഞങ്ങൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാ ശരിയമ്മേ എന്ന് പറഞ്ഞ് രണ്ടുപേരെ യാത്ര അയക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് ആദിത്യൻ എത്തിയത്. ആദിത്യൻ വരുന്നത് കണ്ട് ഉടനെ ദേ ആദ്യം എത്തിയല്ലോ എന്ന് രണ്ടുപേരും ആശ്ചര്യത്തോടെ അറിയിച്ചു. ഉടനെ തന്നെ ആദിത്യൻ അവിടേക്ക് വന്നത് കണ്ട് എന്താ മോനെ ആദി എന്ന് ചോദിച്ച് ആനന്ദവർമ്മയും വസുന്ധരാമയും അരികിലേക്ക് ചെന്നത് ഉടനെ ആദിത്യൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ ആരാ, ഞാൻ നിങ്ങളുടെ ആരാണെന്ന് പറ എന്ന് ആദി ദേഷ്യത്തോടെ ഇരുവരോട് അന്വേഷിച്ചു. ആദി, നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചതും, ഞാൻ അച്ഛനോട് ചോദിച്ചതിന് അച്ഛൻ മറുപടി പറ, ഞാൻ അച്ഛന്റെ ആരാ എന്നായി വീണ്ടും ആദിയുടെ ചോദ്യം. എടാ, ഞാൻ നമ്മുടെ കമ്പനിയുടെ ആരാ എന്ന് വീണ്ടും ആദി വലിയ ദേഷ്യത്തോടെ അന്വേഷിച്ചു. ഉടനെ ആനന്ദവർമ്മ പറഞ്ഞു, എടാ നീയല്ലേ നമ്മുടെ കമ്പനിയുടെ MD എന്ന് പറഞ്ഞതും, ആണല്ലോ, അങ്ങനെ തന്നെയാണല്ലോ അല്ലെ, എന്നിട്ട് എനിക്ക് എന്ത് സ്ഥാനം അവിടെ ഉള്ളത് എന്നായി ആദിയുടെ അടുത്ത ചോദ്യം. ഇത് കേട്ട ഉടനെ ആദി, നീ ഇങ്ങനെ ബഹളം വയ്ക്കാതെ എന്താ കാര്യം എന്ന് പറ എന്ന് ആനന്ദവർമ്മ ചോദിച്ചു. ആദി വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നത് കേട്ട് അവിടേക്ക് ഐശ്വര്യയുടെ അമ്മയും കൂടി താഴേക്ക് ഇറങ്ങിയെത്തി. ഈ സമയത്ത് ഐശ്വര്യയും അവിടേക്ക് ഓടിയെത്തുന്ന ഐശ്വര്യയുടെ അമ്മയും കൂടി അവിടെ വന്ന് ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് അവിടെ വന്ന ആദിയുടെ പ്രകടനം കണ്ട് അവർ അങ്ങനെ ആസ്വദിച്ചു നിന്നു. ഉടനെ തന്നെ ആദിത്യൻ അവിടെ വന്നതിന് പിന്നാലെ അഖിയും വാതുക്കലേക്ക് എത്തി. അഖില് അവിടേക്ക് വന്ന ഉടനെ അഖിലിന്റെ ആ സംസാരം കേട്ട്, ആദിത്യന്റെ സംസാരം കേട്ട് അഖില് പിന്നാലെ വരുമ്പോഴേക്കും ആദി ബഹളം വെച്ചു, അമ്മേ, ഇന്ന് കിട്ടിയ ആ ഓർഡർ ഉണ്ടല്ലോ, 20 കോടിയുടെ ആ അമേരിക്കൻ ഓർഡർ, അത് ക്യാൻസൽ ആയിപ്പോയമേ എന്ന് അഖിൽ ആകെ വിഷമത്തോടെ അവിടെ നിന്ന വസുന്ധരാമയോടും ആനന്ദവർമ്മയോടും അറിയിച്ചു. ഉടനെ ആദിത്യൻ പറഞ്ഞു, ക്യാൻസൽ ആയി പോയെന്നോ, ക്യാൻസൽ ആയി പോയത് എങ്ങനെയാണെന്ന് കൂടി നീ പറയടാ, ഇവൻ തന്നെ അത് ക്യാൻസൽ ചെയ്തു എന്ന് ആദി ദേഷ്യപ്പെട്ടുകൊണ്ട് അഖിയെ കുറ്റപ്പെടുത്തി പറഞ്ഞു. ഉടനെ ആനന്ദവർമ്മയും വസുന്ധരാമയും ഞെട്ടി. അഖി അത് ക്യാൻസൽ ചെയ്തെന്നോ എന്ന് ചോദിച്ചതും ഉടനെ വീണ്ടും ശ്യാമയ്ക്കും ആകെ ഞെട്ടലായി. ഇത് ക്യാൻസൽ ആയെന്നോ എന്ന് ശ്യാമ ആശ്ചര്യത്തോടെ ചോദിക്കുമ്പോ ആദിത്യൻ പറഞ്ഞു, അതെ, ഇവന്റെ മെയിലിൽ നിന്ന് അത് ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള മെയിൽ അയച്ചു, അത് ഇവൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. ഇവൻ മനഃപൂർവ്വം എന്റെ കൂടെ കൂടി എന്നെ ചതിക്കുകയായിരുന്നു വെച്ചാ, ഇവൻ ആ സ്ഥാനം വേണമായിരുന്നെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് ആ ഒരു സ്ഥാനത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ ഉടനെ അഖിലിനും അമൃതയ്ക്കും ഇതിലെന്തോ ചതി സംഭവിച്ചെന്ന് മനസ്സിലായി. അത് കേട്ട ഉടനെ തന്നെ അവർ പറഞ്ഞു, ഒരിക്കലും അഖിൽ അങ്ങനെ ചെയ്യില്ല എന്ന് വസുന്ധരാമയും ആനന്ദവർമ്മയും പറഞ്ഞു. അപ്പോഴേക്കും അഖിലും പറഞ്ഞു, അതേ അമ്മേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, അത് അങ്ങനെ ചെയ്യില്ല, അഖിൽ സാർ അങ്ങനെ ചെയ്യില്ല എന്ന് ശ്യാമയും പറയുന്നത് കേട്ട് അരികിൽ നിന്ന് ഉടനെ അമൃത പറഞ്ഞു, അതെ, അങ്ങനെയൊന്നും അഖിൽ ഒരിക്കലും ചെയ്യില്ല ആദിയേട്ടാ, ചിലപ്പോ അബദ്ധത്തിലെങ്ങാനും എന്ന് പറഞ്ഞപ്പോ ആദിത്യൻ പറഞ്ഞു, ദേ അമൃത, നീ മിണ്ടരുത്, നീ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ആദിത്യൻ ഉടനെ തന്നെ അമൃതയെ വിലക്കി. ഇത് കണ്ട ആ നിമിഷം ആദിത്യൻ പറഞ്ഞു, ഈ വീട്ടിൽ എങ്ങനെയാണ് അവന്റെ മെയിലിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് ആ ഒരു മെസ്സേജ് പോകുന്നത്, ഇവൻ അറിയാതെ എങ്ങനെ ആ ഓർഡർ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് പോവുക, ഇവൻ അറിയാതെ അത് സംഭവിക്കുന്നത് എങ്ങനെ എന്നായി ആദിയുടെ ചോദ്യം. ഉടനെ അഖിൽ പറഞ്ഞു, അമ്മേ, ഞാൻ അങ്ങനെ ഓർഡർ ഒന്നും ഒരിക്കലും ഞാൻ ക്യാൻസൽ ചെയ്യില്ലമ്മേ, ഇത് മറ്റെന്തോ സംഭവിച്ചതാണമ്മേ എന്ന് പറഞ്ഞ് വീണ്ടും ആകെ ടെൻഷനോടെ താൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന് ആദിയേട്ടന് തെറ്റ് സംഭവിച്ചാണ്, ആദിയേട്ടൻ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് അഖിൽ പറയുമ്പോ അത് കേട്ട് ശ്യാമയും അരികിൽ നിന്ന് അമൃതയെടുത്തിയും ആദിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ആദിയേട്ടാ, അങ്ങനെയൊന്നും അഖി ഒരിക്കലും ചെയ്യില്ല, ഇത് എന്തോ അബദ്ധം സംഭവിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ ആദി പറഞ്ഞു, അതെ, അബദ്ധം സംഭവിച്ചത് അല്ലെ, അപ്പോ നിങ്ങൾ എല്ലാവരും അവന്റെ പക്ഷത്താണ്, എനിക്കിപ്പോ ഇവിടെ ആരും ഇല്ലല്ലോ, എന്റെ ഭാര്യ പോലും എന്റെ പക്ഷത്തില്ല, എന്റെ വാക്കുകൾ വിശ്വസിക്കാനോ ഞാൻ പറയുന്നതിലെ ന്യായം കണ്ടെത്താനോ എന്റെ ഭാര്യ പോലും ശ്രമിക്കുന്നില്ല, അതുകൊണ്ട് ഇനി എന്തിനു ഞാൻ ഇവിടെ നിൽക്കണം, ഞാൻ പോവാ എന്ന് പറഞ്ഞ് ആകെ വിഷമത്തോടെ അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുന്നു ആദിത്യന്റെ വാക്കുകൾ കേട്ട ഉടനെ തന്നെ അവിടേക്ക് വേഗം തന്നെ ആദിത്യൻ സങ്കടപ്പെട്ട് പോകാൻ തുടങ്ങുന്നത് കണ്ട് അമൃതയുടെ അരികിലേക്ക് എത്തി. ആദ്യേട്ടൻ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചതും ആദി പറഞ്ഞു, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് ഈ ഒരു യാതൊരു സ്ഥാനമില്ല എന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് വിലയില്ലാത്ത ഇവിടെ പിന്നെ ഞാൻ എന്തിനു നിൽക്കണം, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആദി പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് കണ്ട് വസുന്ധരാമയും ആനന്ദവർമ്മയും ആദിക്ക് അരികിലേക്ക് എത്തി. മോനെ ആദി, നീ പറയുന്ന ഒന്ന് കേൾക്ക്, ഒന്ന് സമാധാനത്തോടെ കേൾക്കടാ എന്ന് പറഞ്ഞ് അവർ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇനിയും ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്തിനാ, എനിക്കിവിടെ ഒരു സ്ഥാനവും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്തിനിവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് ആദി താൻ അവിടെ നിന്ന് പോവുകയാണ് എന്ന്
തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു.